ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ക്യാപിറ്റൽ റിലേറ്റഡ് എൻട്രീസിനെ പറ്റിയാണ്. ക്യാപിറ്റൽ എൻട്രീസ് എന്ന് പറയുമ്പം ഓണർ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടാവും, അതിനുശേഷം അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഓണറിൻ്റെ വിഡ്രോവൽസ് ഉണ്ടാവാം. ഇതുപോലെ നമ്മൾ ഓണറിന് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പം അതിൻ്റെ എൻട്രീസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് അക്കൗണ്ടിങ് പഠിക്കുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ അക്കൗണ്ടൻസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴും ലയബിലിറ്റി ആയിരിക്കും. കാരണം ഏത് സമയത്തും ഇത് നമ്മൾ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ഇത് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി സൈഡിലാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഓണർ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസറ്റ്സിന്റെ രൂപത്തിലോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാപിറ്റലും ഉണ്ടാവും, അതുപോലെ തന്നെ ലേറ്റർ സ്റ്റേജിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പിന്നെയും മണി കൊണ്ടുവരുമ്പം അത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഓണർ പേഴ്സണൽ പർപ്പസിനായിട്ട് ഒരു ബിസിനസ്സിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്കൗണ്ടിങ്ങിന് അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഇനി നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രീസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്യാഷിന് അല്ലെങ്കിൽ ബാങ്കിന് ഡെബിറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൽ ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഓരോരുത്തരുടെയും പേരിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം എ ബി സി എന്ന് പറഞ്ഞ 3 പേരുണ്ടെങ്കിൽ 3 പേരും 1 lakh വീതമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ നമ്മൾ അതിന് പോസ്റ്റ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3 lakh ടു എസ് ക്യാപിറ്റൽ 1 lakh, ബിസ് ക്യാപിറ്റൽ 1 lakh, അതുപോലെ സിസ് ക്യാപിറ്റൽ 1 lakh. അങ്ങനെയായിരിക്കും അതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലെ ഒരു ഓണർ നമുക്ക് ക്യാഷ് ആയിട്ടല്ല പകരം ഒരു അസറ്റ് ആയിട്ടാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫർണിച്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ലേറ്റർ സ്റ്റേജിൽ ഓണർ പേഴ്സണൽ പർപ്പസിനായിട്ട് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ എൻട്രി വരുന്നുണ്ടാവുക ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡ്രോയിങ്സ് ആയിട്ട് ക്യാഷ് അല്ല എടുക്കുന്നത്, മറിച്ച് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സെല് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻവെന്ററി അസറ്റിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചില ബിസിനസ്സിൽ ഓണേഴ്സിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ അഡീഷണൽ ആയിട്ട് ഒരു എമൗണ്ടും കൂടെ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യലി പോസ്റ്റ് ചെയ്ത അതേ എൻട്രി തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരവരുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്തെന്ന് വിചാരിക്കുക. പേഴ്സണൽ പർപ്പസിനായിട്ടല്ല, ക്യാപിറ്റൽ തന്നെ വിഡ്രോ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത എൻട്രീൻ്റെ റിവേഴ്സ് എൻട്രിയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ടിനെ അല്ലെങ്കിൽ ക്യാഷിനെയാണ് അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ റിലേറ്റഡ് എൻട്രീസിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം. അതിൽ ആദ്യം വരുന്നുണ്ട് ഡ്രോയിങ്സും അതുപോലെ തന്നെ സാലറിയും വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ. നമ്മൾ കണ്ടു ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഓണർ പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. അത് നമ്മളെപ്പോഴും ഡ്രോയിങ്സ് എന്നുള്ള ഹെഡിലേക്കായിരിക്കും കൊണ്ടുവരേണ്ടത്. അതേസമയത്ത് സാലറി എന്ന് പറയുമ്പം അത് നമ്മൾ ബിസിനസ്സിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന പോലെ തന്നെ ഓണർക്കും സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സാലറി പേയബിൾ അക്കൗണ്ടിലേക്കാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം സാലറി എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് എൻട്രി പോസ്റ്റ് ചെയ്യുക. അത് കൊടുക്കുന്ന സമയത്ത് ഈ സാലറി പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ ഈ സാലറിനെയും ഡ്രോയിങ്സിനും നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ അടുത്ത് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ക്യാപിറ്റലിനെയും റവന്യൂവിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ നേച്ചറിലുള്ളത് നമുക്ക് മോർ ദാൻ 1 year ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ റവന്യൂ നേച്ചറിലേക്ക് വരുന്ന സമയത്ത് അതെപ്പോഴും ലെസ് ദാൻ 1 year ആയിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അതുപോലെ നമ്മൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ക്ലിയർ ആയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള നരേഷൻസ് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം.